സമുദ്രനിരപ്പിൽ നിന്നും 3000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീമുത്തപ്പൻ്റെ ഇഷ്ടസങ്കേതമായ കുന്നത്തൂർപ്പാടിയിൽ ഇപ്പോൾ ഉത്സവാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. വൻമരങ്ങളും പാറക്കല്ലുകളുമൊക്കെ ചേർന്ന വനപ്രദേശത്താണ് കുന്നത്തൂർപ്പാടി സ്ഥിതി ചെയ്യുന്നത്. മല കയറി പാടിയിലെത്തിയാൽ ഇവിടെ മുത്തപ്പന് ക്ഷേത്രമോ മടപ്പുരയോ ഒന്നും തന്നെയില്ല. പനയോല കൊണ്ട് മറച്ച ഒരു ഗുഹാമുഖവും മണ്ണുകൊണ്ട് നിർമ്മിച്ച ഒരു പീഠവും മാത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഉത്സവകാലത്ത് മാത്രമാണ് പാടിയിലേക്ക് ആളുകൾക്ക് പ്രവേശനമുള്ളൂ. മറ്റ് മുത്തപ്പൻ മടപ്പുരകളിലേതുപോലെ തിരുവപ്പനയും വെള്ളാട്ടവും ഒരുമിച്ചിറങ്ങുന്ന പതിവ് കുന്നത്തൂർപ്പാടിയിലില്ല. വൈകുന്നേരം പൈങ്കുറ്റിയും തുടർന്ന് ഊട്ടും വെള്ളാട്ടവും, രാത്രി 9 മണിക്ക് ശേഷം തിരുവപ്പനയും, മുത്തപ്പൻ ആവശ്യപ്പെടുന്ന ദിവസങ്ങളിൽ മൂലംപെറ്റ ഭഗവതിയും കെട്ടിയാടാറുണ്ട്. അതുപോലെ പുലർച്ചെ വെള്ളാട്ടവും ഉണ്ടായിരിക്കും. താഴെ പൊടിക്കളത്ത് ഉച്ചയ്ക്കും രാത്രിയിലും ഭക്തർക്കായി അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. ഉത്സവം ആരംഭിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറും പാടിയിലേക്ക് ഭക്തർക്ക് പ്രവേശനമുണ്ട്. കണ്ണൂരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ കാഞ്ഞിരക്കൊല്ലിയിലേക്ക് പോകുന്ന വഴിയാണ് കുന്നത്തൂർപ്പാടി സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂരിൽ നിന്നും 50 കിലോമീറ്റർ ദൂരം മാത്രമേ കുന്നത്തൂർപ്പാടിയിലേക്കുള്ളൂ. നമ്മൾ സാധാരണയായി താടിയും മീശയും പൊയ്ക്കണ്ണുമൊക്കെ അണിഞ്ഞ മുത്തപ്പനെയാണ് കാണാറ്. എന്നാൽ കുന്നത്തൂർപ്പാടിയിൽ ഒരു ദിവസം മാത്രം പൊയ്ക്കണ്ണണിയാത്ത മുത്തപ്പനെ നമുക്ക് ദർശിക്കാൻ കഴിയും. പാടിയിൽ ഉത്സവത്തിൻ്റെ ആദ്യ ദിവസം മുത്തപ്പൻ്റെ ജീവിതഘട്ടങ്ങളെ ആധാരമാക്കി പുതിയ മുത്തപ്പൻ, പുറങ്കാലൻ മുത്തപ്പൻ, നാടുവാഴിച്ചൻ ദൈവം, തിരുവപ്പന എന്നിങ്ങനെ 4 രൂപത്തിലാണ് മുത്തപ്പൻ ഇറങ്ങുന്നത്. ഉത്സവത്തിൻ്റെ ആദ്യ ദിനം മുത്തപ്പൻ്റെ ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും കാണിക്കുന്ന രൂപങ്ങളാണ് ഇറങ്ങുന്നത്. അതിൽ അവസാനമിറങ്ങുന്ന തിരുവപ്പനയിലാണ് മുത്തപ്പൻ പൊയ്ക്കണ്ണണിഞ്ഞ് താടിയും മീശയുമൊക്കെ വെച്ച് ഇറങ്ങുന്നത്. ഡിസംബർ 17 ആരംഭിച്ച ഉത്സവം ജനുവരി 16 സമാപിക്കും. എല്ലാ വർഷവും ധനു 2 മുതൽ മകരം 2 വരെയാണ് കുന്നത്തൂർപ്പാടിയിലെ തിരുവപ്പന മഹോത്സവം ആഘോഷിക്കുന്നത്.